ആ വണ്ടിയൊന്നും അല്ല, കാരണം ഇനി ഇവിടെ വരണല്ലോ, വണ്ടി എപ്പോഴേലും വരൂലേ. ശരിയാണ്, ഇതിന് കാരണക്കാരൻ ഞാനാണ്. എൻ്റെ ചങ്കായ ആദിക്ക് അവന് ന്യൂയോർക്കറിൽ നിന്ന് ഒരു ജാക്കറ്റ് എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു എളുപ്പ വഴി അറിയാം. അതിന് ആദ്യം കണ്ട വണ്ടി തന്നെ ഞാൻ ചാടിക്കയറി. പക്ഷെ ധൃതിയിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ബസ് ഞാൻ ഉദ്ദേശിച്ച വഴിക്കേ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് എവിടെന്നും അറിയാത്ത ഒരു സ്ഥലത്ത് വന്ന് പെട്ടിരിക്കുകയാണ്. പേര് ഇവിടെ നിൽപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അവന്മാര് പോയോ? വീട്ടിൽ പോണോ? എൻ്റെ ഭാഗ്യത്തിനാണോ അവൻ്റെ ഭാഗ്യത്തിനാണോ എന്നറിയില്ല, പക്ഷെ ഞങ്ങൾ ദൂരേക്ക് നോക്കിയപ്പോഴും വണ്ടി വന്നു. ലാസ്റ്റ് വണ്ടി വരുവാണ്. ആ വരുന്ന വണ്ടി വരുന്നതിന്റെ സന്തോഷം ഡ്രൈവറിനെ നിന്ന് കെട്ടിപ്പിടിക്കാം. ന്യൂയോർക്കർ ബോർഡ്, ഭാഗ്യം. ഉറപ്പാണ് ഇവിടെ ബുക്ക് ഫ്രീ ആന്ന്. എടുത്തിട്ട് പോലീസ് വന്ന ഏത് വഴി ഓടണേന്ന് പറയാൻ പറ്റില്ലട്ടോ. ഇത് മീൻസ് ഇതാ ഈ പെർഷങ്ങൾ തന്നെ. എന്റെ പൊന്നെ, അത് തുണ്ടോടെ വന്നല്ലോ. ഉണ്ടാവില്ല. വൺ പീസ് ഉണ്ടോ? ഏത് പീസ്? മാങ്ക ആഡ് ചെയ്തോ? എന്റെ പൊന്നെ, എന്റെ താഴെ നോക്കി. ആഡ് ചെയ്തായി. അവസാനം ഞങ്ങൾ എത്തിയിരിക്കുന്നു. ദിസ് ഈസ് ദ ബ്രൂവർ പാർക്ക്. നല്ല അടിപൊളി സ്ഥലം അല്ലേ? യെസ് മാൻ. നിങ്ങൾ എന്റെ കൂടെ വന്നോണ്ട് ഈ വഴി കണ്ടു, അല്ലാണ്ട് വഴി തെറ്റിയല്ല. നിങ്ങൾ ഈ വഴി കൊണ്ടുവരാൻ അങ്ങനെയൊന്നും പറയല്ലേ. ഇതിലെ കയറി അപ്പുറത്തിറങ്ങാം. അപ്പൊ നമ്മള് ഇതിലെ പോകുന്നു. ഓ ഇതാർന്നത്. അപ്പൊ നമുക്ക് വേറെ വഴി പിടിക്കാം. എടാ അങ്ങോട്ട് പോകണം, അവിടെയാന്ന് തോന്നുന്നു എൻട്രൻസ്. ജാക്കറ്റ് ഒന്ന് മേടിച്ചിട്ട് ഇവിടുന്ന് പോകുന്നു, അല്ലാണ്ട് പോകാനും പറ്റൂല. എത്ര ദൂരം വന്ന് നൗ ഐ പ്രസന്റ് യു ബ്രൂവർ പാർക്കിലെ ന്യൂയോർക്ക്. എന്താണെന്നറിയില്ല, ഇഷ്ടംപോലെ ന്യൂയോർക്കേഴ്സ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വരാനാണ് ഇഷ്ടം. ഒരു ലാർജ് കിട്ടി, എന്നാലും വേറെ നോക്കിക്കോളെ. അങ്ങനെ അവസാനം ജാക്കറ്റും എടുത്ത് ബില്ലും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയി വരുന്നത് കൊണ്ട് തന്നെ മിക്കയിടത്തും ഇങ്ങനെ ക്രിസ്മസ് ഷോപ്സ്, വൈൽനാക്ഷൻ മാർക്കറ്റ് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടി. ഇങ്ങോട്ട് വരാനുള്ള കഷ്ടപ്പാടിനായാലും അങ്ങോട്ട് പോകാൻ നേരത്തുണ്ടായില്ല. അങ്ങനെ ബസ് കിട്ടി, ജാക്കറ്റ് കിട്ടി, ട്രെയിൻ കിട്ടി, അങ്ങനെ വീട്ടിലും എത്തി. അപ്പോഴാണ് ഇവിടെയും ഞങ്ങളുടെ നാട്ടിലും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പം ശരി, ബായ്.